നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. രാഷ്ട്രീയ കേരളം ഇനി കാണാനിരിക്കുന്നത് നിലമ്പൂർ പോരാണ്. ആര് വീഴും ആര് വാഴുമെന്നാണ്. PV അൻവറും BJPയും കൂടി അപ്രതീക്ഷിതമായി മത്സരരംഗത്തെത്തിയതോടെ നിലമ്പൂരിലെ പോരാട്ടം കൂടുതൽ കടുത്തിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവായ അൻവറും BJP സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജും പിടിക്കുന്ന വോട്ടുകൾ നിലമ്പൂരിലെ വിധിയെഴുത്തിൽ നിർണായകമാകും. BJPക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ 10,000-നടുത്ത് വോട്ടുകളുണ്ട്. ഇതോടൊപ്പം മുൻ കേരള കോൺഗ്രസുകാരൻ കൂടിയായ മോഹൻ രാജ് പിടിക്കുന്ന വോട്ടുകൾ കൂടിയാകുമ്പോൾ വോട്ടു ശതമാനത്തിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. മത്സരിക്കാതിരുന്നാൽ വോട്ടു കച്ചവട ആരോപണം ഉയരുന്നുണ്ട് എന്ന് കണ്ടുകൂടിയാണ് അവസാന നിമിഷം BJP കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഇത് മറ്റു മുന്നണികൾക്ക് പ്രതീക്ഷിക്കാത്ത അടികൂടിയായിരുന്നു. എന്തായാലും മണ്ഡലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ പ്രചരണമാക്കുവാനും BJPക്ക് പദ്ധതിയുണ്ട്. മത്സരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ച ശേഷം അവസാന നിമിഷം ലാൻഡ് ചെയ്ത PV അൻവറും ജയിച്ചില്ലേലും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കത്തിലാണ്. പശ്ചിമ ബംഗാളിലെ തൃണമൂൽ മന്ത്രിമാരും MP-മാരും മാത്രമല്ല, മുഖ്യമന്ത്രി മമതാ ബാനർജി വരെ പ്രചരണത്തിനായി എത്തുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. UDF ഇടതുപക്ഷ വോട്ടുകൾ ടാർഗറ്റ് ചെയ്താണ് അൻവർ മുന്നോട്ടു പോകുന്നത്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ UDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമാവുകയും നല്ലൊരു ശതമാനം വോട്ടുകൾ പിടിക്കാൻ സാധിച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ബർത്ത് ഉറപ്പിക്കാമെന്നും ഒന്നിൽ കൂടുതൽ സീറ്റുകൾ മത്സരിച്ചാൽ ലഭിക്കുമെന്നുമാണ് അൻവർ കരുതുന്നത്. UDFൽ VD സതീശനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അൻവർ കടന്നാക്രമണം നടത്തുന്നത് കൃത്യമായ അജണ്ട മുൻനിർത്തിയാണ്. VD സതീശൻ താൽപര്യമെടുത്ത് അവരോധിച്ച ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ UDFൽ സതീശന്റെ നില പരുങ്ങല്ലാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, അൻവറിനെ UDFൽ എത്തിക്കാൻ ശ്രമിച്ച K സുധാകരൻ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളും ഷൗക്കത്ത് നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ സതീശനെതിരെ പുതിയ ആയുധം ലഭിക്കും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും K സുധാകരനെ മാറ്റിയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ UDF പരാജയപ്പെട്ടാൽ VD സതീശൻ UDF ചെയർമാൻ സ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനവും ഒഴിയണമെന്ന ആവശ്യവും ഈ നേതാക്കൾ മുന്നോട്ട് വയ്ക്കും. രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ 2026 മുഖ്യമന്ത്രി കസേര ആഗ്രഹിക്കുന്ന KC വേണുഗോപാൽ ആഗ്രഹിക്കുന്നതും സതീശൻ മാറണമെന്നത് തന്നെയായിരിക്കും. ഈ സാഹചര്യം കൂടി മുന്നിൽ കണ്ടിട്ടാണ് ഇപ്പോഴത്തെ അൻവറിന്റെ നീക്കം. സതീശന്റെ നേതൃത്വം നൽകുന്ന UDFലേക്ക് ഇല്ലെന്നാണ് PV അൻവർ പറഞ്ഞത്. അതല്ലാതെ UDFലേക്ക് ഒരിക്കലും ഇല്ലെന്നോ UDF നേതാക്കൾ ആകെ ചതിച്ചെന്നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജിനേക്കാൾ ഷൗക്കത്തിന്റെ പരാജയം ഉറപ്പാക്കേണ്ടത് ഇപ്പോൾ അൻവറിന്റെയും തൃണമൂലിന്റെയും ആവശ്യമാണ്. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരിക്കലും അൻവറിനായി UDFന്റെ വാതിൽ തുറക്കില്ല. മാത്രമല്ല, കോൺഗ്രസിലും മുന്നണിയിലും VD സതീശൻ കൂടുതൽ കരുത്തനാവുകയും ചെയ്യും. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ അത് VD സതീശന്റെ വിജയം കൂടിയായി വിലയിരുത്തപ്പെടും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനും സതീശനെയും തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടതായി വരും. നിലമ്പൂരിലെ ഇപ്പോഴത്തെ അപ്രതീക്ഷിത ടെസ്റ്റിൽ ഏറെ സന്തോഷിക്കുന്നത് ഇടതുപക്ഷ ക്യാമ്പാണ്. അൻവർ കൂടി മത്സരരംഗത്തിറങ്ങുന്നത് ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്നും M സ്വരാജ് മികച്ച വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് CPM നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഇടതുപക്ഷ ക്യാമ്പിലാകെ ഈ ആവേശവും പ്രകടമാണ്. PV അൻവർ ഉന്നയിച്ചതുപോലെ ശക്തമായ കടന്നാക്രമണം മറ്റൊരു പാർട്ടിയും MLAയും CPMനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇതുവരെയും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അൻവറില്ലാത്ത നിലമ്പൂർ പിടിച്ചെടുക്കാൻ CPMന് കഴിഞ്ഞാൽ സർക്കാരിനെതിരായ സകല ആരോപണങ്ങളുടെയും മുനകൂടിയാണ് ജനകീയ കോടതിയിൽ ഒടിഞ്ഞു പോവുക. മാത്രമല്ല, ഇത്തരം കടുത്ത പ്രതികൂല സാഹചര്യത്തിലും പാർട്ടി ചിഹ്നത്തിൽ സ്വരാജ് വിജയിച്ചാൽ അത് മൂന്നാം ഇടതു സർക്കാരിനുള്ള അംഗീകാരമായി പൊതുവെ വിലയിരുത്തപ്പെടും. ഇതിന്റെ അലയൊലികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദൃശ്യമാകാനുള്ള സാധ്യത ഏറെയാണ്. പ്രചരണ രംഗത്ത് സ്വരാജിന്റെ ലാൻഡിങ്ങോട് തന്നെ എതിരാളികളെ ഇടതുപക്ഷം ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലമ്പൂരിൽ ആര് വാഴുമെന്ന് കാത്തിരുന്ന് കാണാം.